ഗൾഫിൽ നമ്മളെ പലർക്കും മെസ്സേജ് വന്നിട്ടുണ്ടാവും നാട്ടിൽ നിന്ന്. അതായത് ഇന്ന സ്ഥലത്ത് ബോംബ് ഇട്ടിട്ടുണ്ട്, അല്ലെ മിസൈൽ ഇടുന്നുണ്ടല്ലോ, നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? എനിക്ക് മെസ്സേജ് വന്നപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല, ഇവിടെ നോർമലാണ്. ഇപ്പം ഞാൻ ചോദിച്ചത് നിങ്ങൾക്ക് ഇവിടെ നിന്ന് ഇങ്ങനത്തെ വിവരം കിട്ടുന്നത്, കാരണം നമ്മളിവിടെയാണല്ലോ. അപ്പോൾ പറഞ്ഞിട്ടത് നമ്മുടെ നാട്ടിലെ വാർത്താ മാധ്യമങ്ങളിൽ ചാനലുകൾ അവരെന്താ വാർത്ത കൊടുക്കുന്ന അറിയില്ല, അവരിങ്ങനെ 24 മണിക്കൂർ ഇങ്ങനെ എയർ ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. ഇവിടെ ഭയങ്കരമായിട്ടുള്ള ആക്രമണം നടക്കുന്നുണ്ട്, മിസൈൽ വീണിട്ടുണ്ട്, കുറേ ആൾ മരിക്കുന്നുണ്ട്. അപ്പോൾ നാട്ടിലെ പ്രായപ്പെട്ട മാതാപിതാക്കളോടും കുടുംബക്കാരോടൊക്കെ പറയാനുള്ളത്, ദയവായിട്ട് നിങ്ങൾ നാട്ടിലെ വാർത്താ മാധ്യമങ്ങൾ കാണാതിരിക്കുക. അവർക്ക് റേറ്റ് കൂട്ടുക എന്നുള്ള ഉദ്ദേശം മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് സത്യം എന്താണ്, അല്ലെങ്കിൽ നടക്കുന്ന കാര്യം എന്താണ്, ഈ പറഞ്ഞ ആളുകളുടെ പിന്നെ ഏതെങ്കിലും മാധ്യമ പ്രവർത്തകരോ ഒന്നും ഇവിടെ ആരും വന്നിട്ട് വാർത്തയൊന്നും കവർ ചെയ്യുന്നില്ല. അവർക്ക് കിട്ടുന്ന ചില കാര്യങ്ങളെ അതിങ്ങനെ വലുതാക്കിയിട്ട് കുറേ BGM കുറേ ഗ്രാഫിക്സും ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന ആളെ തലയിലിങ്ങനെ കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കാണുന്നവർക്ക് തീർച്ചയായും, കാരണം 24 മണിക്കൂറും വേറൊന്നും കാണിക്കുന്നില്ല. കുറച്ച് നിരീക്ഷകർ എന്ന് പറഞ്ഞിട്ട് ആരൊക്കെയോ വന്ന് സംസാരിച്ച് പോകുന്നു, കുറേ ഇൻട്രോ കൊടുക്കുന്നു. അപ്പോൾ ഇത് കണ്ടിട്ട് നിങ്ങളാരും പാനിക്കാണ്ട ആവശ്യമൊന്നുമില്ല. ഇവിടെ നടക്കുന്ന കാര്യത്തിൻ്റെ ജെന്യുവനായിട്ടുള്ള റിപ്പോർട്ട് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ അൽ ജസീറ പോലത്തെ, അതിൽ TRT പോലത്തെ അങ്ങനെ പല മാധ്യമങ്ങളുണ്ട്. കാരണം ആ ചാനലുകളും യുദ്ധത്തിൻ്റെ വാർത്ത കൊടുക്കുന്നുണ്ട്. പക്ഷേ അതൊരു സ്കോളായിട്ട് പോകാമെന്നല്ലാണ്ട് അവർ ജേർണലിസ്റ്റുകൾ കൊടുക്കുന്നത് അവർക്ക് ഓരോ രാജ്യത്തിൻ്റെയും നേതാക്കന്മാർ അല്ല ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ കൊടുക്കുന്ന ഉത്തരം മാത്രമേ കൊടുക്കുന്നുള്ളൂ. അത് വളരെ നോർമൽ ഒരു സ്കോളിങ് മാത്രമാണ്, അല്ലാണ്ട് ഇങ്ങനെ കുറേ ഗ്രാഫിക്സും ആനിമേഷനും മ്യൂസിക്കും BGM കിട്ടിയിട്ടൊന്നുമല്ല. നമ്മുടെ നാട്ടിലെ മാധ്യമ മാത്രമാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇത് മാധ്യമ പ്രവർത്തനമാണെന്നും അറിയില്ല. അപ്പോൾ ഇത് കേട്ടിട്ട് നിങ്ങളാരും ബേജാറാവൊന്നും വേണ്ട. ഇവിടെ എല്ലാ രാജ്യത്തിനും അവരുടേതായ സെക്യൂരിറ്റി സിസ്റ്റം ഉണ്ട്, ഗവൺമെൻറ് ഉണ്ട്, പട്ടാളവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവരതൊക്കെ അതിൻ്റെ നല്ല രീതിയിൽ ഡീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്കറിയാം, മുമ്പ് തിരഞ്ഞെടുപ്പ് വന്ന സമയത്തും എൻ്റെ ചുഴലിമലയായി കഴിഞ്ഞാലും പ്രളയം വന്നാലും കൊറോണ വന്ന സമയത്തൊക്കെ ഇവരിങ്ങനെ അർമാദിക്കലാണ്, ഒരു ഗ്ലാസ് വെള്ളം പോലും കുടിക്കാണ്ട്. ഇതൊക്കെയാണ് മാധ്യമ പ്രവർത്തനം. അല്ല ഈ തരം മാധ്യമ പ്രവർത്തനം കൊണ്ട് നിങ്ങൾ എന്താ നേടുന്നതെന്ന് മനസ്സിലാകുന്നില്ല. ഇതൊക്കെ നമുക്കാർക്കും താല്പര്യമില്ലേ, നിങ്ങൾക്ക് മുതലാളിമാർക്ക് അല്ലെ മാനേജ്മെൻറ്റിന് വേണ്ടിയിട്ട് നിങ്ങൾ പണിയെടുത്തോ. പക്ഷെ അതിന് നാട്ടുകാരുടെ ഇങ്ങനത്തെയുള്ള സെൻസിറ്റീവായ കാര്യങ്ങൾ ബിറ്റിറ്റ് വേണമെന്നുള്ളത് ഉള്ളിൽ വർക്ക് ചെയ്യുന്ന കുറച്ച് ആളെങ്കിലും ചിന്തിക്കുക. നമ്മളെ കുടുംബക്കാരും നാട്ടുകാരും നമുക്ക് വേണ്ടപ്പെട്ട ആളോട് പറയാനുള്ളത്, ഇവിടെ ഒരു പ്രശ്നമില്ല.